ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡ് ഒന്ന് കാണിച്ചു തരലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കളിച്ചൊരു മൈൻക്രാഫ്റ്റ് ഡേയ്സിൽ ഒരു 17 ഡേയ്സും കളിച്ചു. അപ്പോൾ 1.21 ആണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾക്കൊന്ന് അറിയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു റയർ സ്പോൺ ആയിരുന്നു. ഞാൻ വെള്ളത്തിൻ്റെ അടിയിലാണ് സ്പോൺ ആയത്. ഇവിടെ എവിടെയാണ് ഞാൻ സ്പോൺ ആയത്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മരങ്ങളൊക്കെ തന്നെ വെട്ടി നമ്മൾ ആദ്യം ഈ ചെറിയൊരു ഡോക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി ഗൈസ്. ഇവിടെ ചെറിയൊരു ഡോക്കും കാര്യങ്ങളും സെറ്റപ്പ് ആക്കി. അതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത് ശരിക്കും ഇതേപോലെ അല്ലായിരുന്നു വീട്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു എന്നറിയാൻ നമ്മളെ പോസ്റ്റും കാര്യമൊക്കെ തന്നെ നോക്കിയാൽ മതി. അവിടെ ഞാൻ ഇതിൻ്റെ പോസ്റ്റ് മുകളിലിട്ടിട്ടുണ്ട്. ഞാനത് ഞങ്ങളെ ഗ്രൂപ്പിൽ എടുത്തിട്ടപ്പോൾ ഞങ്ങളെ മൈൻക്രാഫ്റ്റ് ഗ്രൂപ്പിൽ എടുത്തിട്ടപ്പോൾ എൻ്റെ ഫിജോക്ക് പറഞ്ഞു ഇത് കുറച്ച് ഓൾഡ് ഡിസൈൻ ആയിട്ട് ഉണ്ടാക്കിയാണ് ഒന്ന് മാറ്റിക്കൂടെയാണ്. അപ്പോൾ ഞാൻ മാറ്റിയതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ റീബിൽഡേഷൻ തുടങ്ങിയിട്ടുള്ളൂ. കാരണം സ്പോസ് വുഡ് തിന്നാണ് കിട്ടിയത്. പിന്നെ ചെസ്റ്റിൽ ഇത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ സ്ക്രൂസും കാര്യമൊക്കെ തന്നെ ഉണ്ട്. ഞാനൊരു വില്ലേജ് തപ്പിപ്പോയപ്പോൾ കിട്ടിയതാണ്. ഇതൊക്കെ ചെറുതായി ഒന്ന് മൾട്ടിപ്ലെയർ ആക്കാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഫിജോനും കൂടി ഇതിലോട്ട് വിളിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്തോട്ടായിട്ട് വന്നിട്ടുള്ള നമ്മൾ ചെറിയൊരു ബീച്ച് ഫാമാണ്. പിന്നെ ഇവിടെ ഒരു ക്യാരറ്റ് ഫാമും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ട്. പിന്നെ ഇതുവരെ മൈനിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ നിന്നാണ് എനിക്ക് അയണ് കാര്യമൊക്കെ തന്നെ കിട്ടിയത്. ഒരയണക്ക് ഞാൻ ഒരു ബേബി സോമ്പിനെ വന്നപ്പോൾ ബേബി സോമ്പി ഡ്രോപ്പ് ചെയ്തു. അത് വെച്ച് ഞാൻ ഒരു ഷീൽഡ് ഉണ്ടാക്കി. പിന്നെ ബാക്കി സ്റ്റോണിൻ്റെ ഐറ്റംസ് വെച്ചൊക്കെ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ ഇറങ്ങി. കിട്ടിയത് 3 വില്ലേജാണ്. അങ്ങനെ ചില വില്ലേജിലൊക്കെ തപ്പിയപ്പോൾ ഫുൾ ആണ് ആർമറിനുള്ളതും. പിന്നെ അവിടുന്ന് കുറച്ച് കേവ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കുറച്ച് 25 അയണുകാരൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു ഏകദേശം 3/4 പണിയെങ്കിലും തീർക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കിയാലും അവിടെ നിർത്തിയിടാറാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡും ഒന്ന് ശരിയാക്കാനുണ്ട്. എന്തുവാ ഇത്? അപ്പോൾ ഈ 2 സൈഡും കൂടി ഇനി ഒന്ന് ശരിയാക്കാനുണ്ട്. അത് ഞാൻ മുകളിലത്തെ പണിയൊക്കെ തീർത്തതിൻ്റെ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അയണുണ്ടെങ്കിൽ ഒരു ഇതും കൂടി ഉണ്ടാക്കിയിട്ട് ആക്സും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കി പണി തുടങ്ങട്ടെ. ആ മരം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഒന്ന് തുടങ്ങാം. ബോട്ട് ഈ കുന്തറണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. 18 അയണ് വരട്ടെ. അയണ് ഭയങ്കര ലഭ്യത കുറവാണ്. പക്ഷേ എന്ത് ചെയ്യുക. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഷുഗർ കെയിൻ ഒന്ന് വിളവെടുക്കാം. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഷുഗർ കെയിൻ ഒന്ന് വിളവെടുക്കാം. ഞാൻ ഷുഗർ കെയിൻ മെയിനായിട്ട് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനാണ്. ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ മറ്റൊരു ഇത് വേണം. എന്താ പറയുക, ലെക്ടേൺ വെച്ചിട്ട് എമറാൾഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ലെക്ടേൺ വെച്ച് ചെയ്താൽ വലിയതില്ല, പേപ്പർ കൊടുത്താലും മതി. ചിലതൊക്കെ നിലത്തേക്കും പോകുന്നുണ്ട്. എല്ലാം കിട്ടി. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയതാട്ടോ. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റാക്ക് ഷുഗർ കെയിൻ ഞാൻ ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ എന്തോ പറ്റി എൻ്റെ പുതിയ സ്കിന്ന്, നമ്മൾ ആദ്യത്തെ ക്രീപ്പറിൻ്റെ സ്കിന്നിന് ലോഡാവുന്നില്ല. ഞാൻ മിക്കവാറും ഒരു പുതിയ സ്കിന്ന് ഇതിൽ ലോഡാക്കുന്നതായിരിക്കും. പിന്നെ ഷെയ്ഡേഴ്സും പാക്സും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല നല്ല ഷെയ്ഡേഴ്സോ പാക്സോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒറ്റ ഷെയ്ഡേഴ്സും പാക്സും ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്കിന് മുകളിൽ ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അയണും കാര്യമൊക്കെ തന്നെ സ്മെൽറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ ഗൈസ്. സ്കിന്നിൽ ലോഡാവാത്തതുകൊണ്ട് സൈഡിക്കൊക്കെ എന്തോ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ മരൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇനി കാണിക്കാം ഗൈസ്. 18 സ്മെൽറ്റായോ. സോ ഫസ്റ്റ് മരൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. ഇപ്പോൾ 18 അയണ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നല്ല റയറാണ് അയാണ്. ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. അപ്പോൾ ഇനി 2 സ്പ്രൂസ് മരം വെട്ടി താഴത്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ.
അപ്പോൾ ഞാൻ 2 മരം വെട്ടി താഴെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 2 ഏകദേശം ഒരു 3.5 സ്റ്റാക്ക് കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഇതിൽ താങ്ക്സ് ഫോർ നമ്മുടെ ഫസ്റ്റത്തെ സീസണായി മൈൻഡ് നല്ല കിഡിലായി തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കയറുമ്പോൾ ഒരു 15 ആൾക്കാരുള്ളായിരുന്നു. ഇപ്പോൾ 23 ആൾക്കാരുണ്ട് നമ്മുടെ സെർവറിൽ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ മൈൻഡ് സീസൺ 2 കൊണ്ടുവരും. സീസൺ 1 നിങ്ങൾ നല്ല ബിഗ് സപ്പോർട്ട് തന്നെയാണ് തന്നത്. അപ്പോൾ സീസൺ 2 ഉടനെ വരും. ഒരു കിട്ടില്ല സീരീസ് തന്നെ ആവും. അതൊരു കെമിക്സ് പോലെ തുടങ്ങാനാണ് ഇപ്പോൾ നമ്മൾ അഡ്മിൻസിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ പണി കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം ഗീസ്. അപ്പോൾ ഗീസ് നമ്മളെ വീടിൻ്റെ പണി ഇത്രയും ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാതെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടി നിൽക്കുക. ഇവിടെ ചെയ്യാൻ കേട്ടോ, ഇവിടെയും പിന്നെ ഈ ബാക്ക് സൈഡത്തെ ഇവിടെയും ഒന്ന് ഇതിന് പറ്റിയ മാച്ചാക്കി എടുക്കണം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ ഒരു ബാൽക്കണി വരും, ഇവിടെ ഒരു തൂണ് പോലത്തെ സാധനം വരും. ഇപ്പം തന്നെ അത് ചെയ്യാം. പിന്നീട് വെക്കണ്ട. ഇനി ഇവിടെ ഒരു ബാൽക്കണി വരും, അതിൻ്റെ മുകളിൽ ഒരു കൂന പോലത്തെ സാധനം വരും. കൊള്ളത്തില്ലല്ലോ. എന്തോ ഒരു ഇതുപോലെ മനസ്സിലായി. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതിനേച്ച് ബാക്കി ഞാൻ വരെ പേരും അവരേക്കും ബൈ ബൈ. ഇപ്പോൾ ചെറിയ എപ്പിസോഡാണെന്ന് അറിയാം. അല്ലെങ്കിൽ കുറച്ച് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് നേരം പിടിച്ചു. ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ, റെഡി ആക്കിക്കോട്ടെ. അതിൻ്റെ എന്തോ പോലെ ഇവിടെ അതും കൂടി വെക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. അവിടെ ഗ്ലാസും കൂടി വെച്ചാലോ കൊള്ളൂ അല്ല കൊള്ളാതെ അറിഞ്ഞൂടെ. അവിടെ അത് കൊള്ളാല്ലേ, രസമുണ്ട്. അപ്പോൾ ബൈ ബൈ.